അസ്സലാമലൈക്കും. വലൈക്കും സലാം. പിന്നെ സുഖം? അൽഹംദുലില്ലാ. റാഹത്തല്ലേ? അപ്പോൾ പിന്നെ ഇപ്പോൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ കണ്ടുമുട്ടുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കാസർഗോഡെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ കോൺടാക്ട് നമ്പർ, സ്റ്റേ ചെയ്യാനുള്ള സ്ഥലവും നമുക്ക് ആര് ഇനി ബ്ലോഗർ എന്തും വന്നിട്ട് ഇവിടെ പെട്ടെങ്കിലെല്ലാം ഞങ്ങൾ ഉണ്ട്. അറിയാനുള്ള സ്ഥലങ്ങൾ, നല്ല സ്പോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഒരുപാട് കാണാനുണ്ട് കാസർഗോഡ് ഭാഗത്ത്. നല്ല നല്ല സ്പോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുക്കും. കാരണം അതിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഗെയ്സ്, ഞാനും നമ്മുടെ ഫൈസിലേക്കും കൂടിയിട്ട് നമ്മുടെ പള്ളിക്കര ഭാഗത്തുള്ള ഫെസ്റ്റിവലിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഒരുപാട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എല്ലാത്തിനും പിന്നെ പേടാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെയാണെങ്കിൽ ഒരു ചേട്ടന് ഫോണിൽ തന്നെ തൂങ്ങിക്കൊണ്ടേയുണ്ട്. അപ്പം ഞാനും നല്ല ഡോറൊന്ന് തുറന്നു നോക്കിയ അകത്ത് സ്വിമ്മിങ് പൂളും അങ്ങനത്തെ എല്ലാം കാര്യങ്ങളാണ് അകത്തുള്ളത്. അപ്പം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഹിന്ദിക്കാരനാണ്. ഇദർജ ഉദർജ എന്നെല്ലാം പറഞ്ഞു. അയാൾ പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ അതേ തൂങ്ങൽ തന്നെ ഫോൺ. അങ്ങനെ നമ്മുടെ ബാബാ സുരേഷ് ചേട്ടൻ്റെ ബന്ധത്തിലുള്ള ആളും കൂടി ഒന്ന് ഞെട്ടി. ഞാൻ ആ ഒറിജിനൽ പാമ്പിനെ കൈയോടെ പിടിച്ചപ്പോൾ പിന്നെ എന്തോന്നാടാ നമുക്ക് ഒറിജിനൽ എന്ത് ഡ്യൂപ്ലിക്കേറ്റ് എന്ത്, ഞാനത് ശരിക്കും പിടിച്ചു. പിന്നീടാണ് എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയത്. ഒന്ന് ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു ഞാൻ. അതിന് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ടുമ്പോൾ രണ്ട് ജോക്കർമാർ ബഫൂൺ, അവരെ നമ്മളെ നല്ലപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളോടൊക്കെ പറയുന്നുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവിടുന്ന് തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി. അപ്പം ഞാൻ വ്ളോഗ് ചെയ്യുന്ന കാരണം കൊണ്ട് അവർ ടിക്കറ്റൊന്നും വാങ്ങിയില്ല. ടിക്കറ്റൊന്നും വേണ്ട ചേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇത് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരുന്നു, പക്ഷേ അത് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാരണമായതുകൊണ്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ ആകാൻ പറ്റില്ല. പിന്നെ അത് ബാക്കി ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോസ് ആയിട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇട്ടതാണ്. ഇവിടെ ഇപ്പോൾ പഴയ പിന്നെ മിലിറ്ററി സംബന്ധമായിട്ടുള്ളതും പിന്നെ കരസേന, നാവികസേന എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ യൂണിഫോമും കാര്യങ്ങളും അവരുടെ ബാഡും റാങ്കും പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ യൂസ് ചെയ്ത യൂണിഫോം, ഷൂസ്, കാര്യങ്ങൾ, വാട്ടർ ബാഗ്, അങ്ങനത്തെ എല്ലാം ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നാൽ ഇവിടെ എല്ലാം ഒന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ചേട്ടനുണ്ട്, അയാൾ പണ്ടതുപോലെ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ.